നെഗറ്റീവ് എനർജി തലയിൽ ഇങ്ങനെ കയറ്റി നടക്കണം എല്ലാ ആളുകളും. ആദ്യം അത് ഒഴിവാക്കണം. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് ഒരു 25 ലക്ഷം റുപ്യ കടമുണ്ട്. അതായിക്കോട്ടെ, അതിൻ്റെ ചെറുതൊക്കെ ഇപ്പോൾ എങ്ങനെയൊക്കെ വീട്ടാൻ 25 ലക്ഷം റുപ്യ കടമുള്ള ഒരാൾക്ക് കുറച്ച് പണിയുണ്ട് അത് വീട്ടാൻ. അപ്പോൾ അയാളിങ്ങനെ ചിന്തിക്കുക, പടച്ചോനെ ഞാൻ ഇപ്പം എന്താ ചെയ്യുക, ഞാൻ ഇപ്പം മരിച്ചാൽ ഇപ്പം എന്തായിരിക്കും കഥ, എൻ്റെ മക്കൾ അനാഥവും എൻ്റെ ഭാര്യ എങ്ങനെ വീട്ടും ഈ പൈസ, ഞാൻ എന്ത് കാട്ടും, ആരും സഹായിക്കാല്ല, എൻ്റെ പെരയും കൂടിയും വിൽക്കേണ്ടി വരും ഈ പൈസ വീട്ടണമെങ്കിൽ. അപ്പോൾ എൻ്റെ ഭാര്യ പിന്നെ അങ്ങനെ റോട്ടുമൊക്കെ ഇറങ്ങേണ്ടി വരുമല്ലോ, ഓളെ വാപ്പിയും മരിച്ചതുമാണ്, ഒക്കെ ഒരു സ്ഥലമില്ല ഞാൻ ജീവിക്കുക, എന്ത് കാട്ടും, എൻ്റെ മക്കൾ എന്താക്കും. ഇതിങ്ങനെ ചിന്തിച്ച് ഉരുകി ഈ മനുഷ്യൻ ജീവിക്കാം. ഇത് നെഗറ്റീവ് എനർജി നിറഞ്ഞു കിടക്കുകയാണ് തലയിൽ. ആ മനുഷ്യൻ ഇതല്ല ചിന്തിക്കേണ്ടത്. 25 ലക്ഷം കടാക്കുന്നതിൻ്റെ മുമ്പ് ചിന്തിക്കേണ്ടിയിരുന്നു. അപ്പോൾ പോട്ടെ, ഏതായാലും ആയിപ്പോയി. ആയ സ്ഥിതിക്ക് ഇനി 25 ലക്ഷം ഞാൻ എങ്ങനെ വീട്ടണം? ആ മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് വീട്ടാനുള്ള മാർഗം എന്താ? പോസിറ്റീവ് എനർജി കൊണ്ടുവരണം തലേക്ക്. ഇതെങ്ങനെ ഞാൻ വീട്ടണം? കുറേ ആൾക്കാർ കട ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇത് വീട്ടാനുള്ള മാർഗം എന്താ? ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ ഭാര്യ റോട്ടുമൊക്കെ ഇറങ്ങേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചോണ്ട് 25 ലക്ഷം കടം വീടുമോ? ഇല്ല. വീട്ടാൻ എന്താ മാർഗം? നിലവിലുള്ള എൻ്റെ ജോലി കൊണ്ട് 25 വീട്ടാൻ പറ്റുമല്ലേ? വീട്ടാൻ പറ്റൂല. അപ്പോൾ ആ ജോലി ഒഴിവാക്കിയാൽ പിന്നെ ഉള്ള ജോലിയും പോകും. അപ്പോൾ ഈ ജോലിനോട് കൂടെ തന്നെ വേറൊരു വരുമാന മാർഗം കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് ഇയാൾ ചിന്തിച്ചിട്ടില്ല അതുവരെ. എന്നും ചിന്തിക്കണം എന്താണ്? ഭാര്യ റോട്ടുമൊക്കെ ഇറങ്ങുന്ന പ്രശ്നം, മക്കൾ എത്തിമാനം, ഇതല്ലേ തലൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് ചിന്തിക്കുക, ഇത് വീട്ടാനുള്ള മാർഗം. എനിക്കൊരു മാസം കൊണ്ട് 1 ലക്ഷം റുപ്യ ഉണ്ടാക്കാം, എല്ലാം എന്താ മാർഗമുള്ളത്? ചിന്തിക്കുമ്പോൾ അള്ളാഹു തആല ഇട്ട് കൊടുക്കും തലയിൽ. ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി പോസിറ്റീവ് എനർജിയിലേക്ക് ഇയാൾ വന്നിട്ടുണ്ടോ നോക്കും പടച്ചോൻ. അത് എപ്പോഴാണ് വരുന്നത്? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് മാർഗങ്ങൾ കാണിച്ചു കൊടുക്കും. അവിടെയാണ് ഇയാൾക്ക് പോയിന്റുകൾ കിട്ടും. വരുമാന മാർഗങ്ങൾ ഇങ്ങനെ പലതും ഇയാളെ മുമ്പ് ഇങ്ങനെ വരാൻ തുടങ്ങും. ഇയാൾ മനസ്സുകൊണ്ട് കരുതണം, ഞാൻ 25 വീട്ടിയിട്ട് 25 ലക്ഷം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും. ഞാൻ എന്നിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി മുഴുവൻ ഞാൻ വാങ്ങിക്കൊടുക്കും. കടൽ ഞാൻ മരിച്ചാലും അവർക്ക് 25 ലക്ഷം അല്ല, അതിൽ കൂടുതൽ 75 ലക്ഷം ഉണ്ടാവും വാപ്പൻ്റെ സ്വത്തായിട്ട് മക്കൾക്ക് എന്ന് ഇയാൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ അള്ളാഹു തആല അത് ഇട്ട് കൊടുക്കും.